ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി കല്യാണ ചെമ്പൊന്നിൻ താലികിലുങ്ങി അല്ലിപ്പൂലോലാക്കിൻ ചേലുകിണുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ കരളേ നീ കനവും കണ്ടു ഞാൻ കടവിൽ നിൽക്കയാണിന്നോളവും ആറ്റുനോറ്റു കാത്തു നിന്നു നോക്കി നോക്കി നോറ്റിരുന്നു കാൽക്കുഴഞ്ഞേ കൈകുഴഞ്ഞേ നാലു നിലപ്പന്തലിൽ നീ നാലാളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും എന്നിനി എന്നിനി എന്നു വരും ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മൂക്കുത്തി കല്ലുമിനുങ്ങി ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ ദുർഗ സൂപ്പർവായിരുന്നു. സൂപ്പർ. എനിക്ക് ഏറ്റവും ജാസ്തി ബഹുമാനം അറിയാം ദുർഗന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണ്. ഐ ഹാവ് ടു സേ ദുർഗന്റെ ഫ്രണ്ട്സിന്റെ എല്ലാരും പേരൊന്ന് പറയൂ. പേരൊന്ന് പറഞ്ഞ എല്ലാവരുടെയും പറഞ്ഞു. അനഘ എസ്. അനഘ. എന്റെ പേര് ശ്രദ്ധ വിജു. ശ്രദ്ധ വിജു. ഓക്കെ. പിന്നെ പേര് വൈഗ. നിങ്ങള് 3 പേരും സൂപ്പർ ഫ്രണ്ട്സ് ആണ്. അത് വലിയൊരു സപ്പോർട്ടാണ് ദുർഗ. എത്ര ദിവസം എടുത്തു റിഹേഴ്സൽ ചെയ്യാൻ? 2.5 മണിക്കൂർ. ഞാൻ 2.5 മാസം എന്നൊക്കെ പറയാൻ വേണ്ടി പോവാൻ. 2.5 മണിക്കൂർ നിങ്ങൾ ഇവിടെ വന്നിട്ടാണോ ഈ പാട്ട് പഠിച്ചത്? അല്ല, പഠിച്ചിട്ടാണോ വന്നേ? അല്ല, അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുന്ന ടീമുകളാണോ? ഇവര് 3 പേരും വരാനുണ്ട്. കുറച്ച് സാഹചര്യം കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. ഇതല്ല സംഘം, ഇനിയുണ്ട് സംഘങ്ങള്. എത്ര പേരുണ്ട് നിങ്ങൾ ആസ് എ ടീം? 3 പേരുണ്ട്. ഇനി ഇത് കൂടാണ്ട്. ശരി. അപ്പൊ നിങ്ങൾ എല്ലാരും ഒരുമിച്ചാണോ എപ്പോഴും ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഷോ ചെയ്യുന്നതും ഒക്കെ? ആണ്. ആരാ ഇത് കൊറിയോഗ്രാഫി ചെയ്തതാരാ? ആന്റി, അമ്മയുടെ അനിയത്തി. ആണ്. ഉണ്ടോ? വന്നിട്ടുണ്ടോ ആന്റി? ഇല്ല, വന്നിട്ടില്ല. ആരാ ഇവിടെ വന്നിരിക്കുന്ന? ആരാ? അമ്മ. പിന്നെ ഇവരുടെ. ശരി, നമുക്ക് അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്താലോ, ഫാമിലിനെ. ദുർഗയുടെ അമ്മ ഒന്ന് ജോയിൻ ചെയ്യോ ഞങ്ങളോടൊപ്പം? ഹായ് ദുർഗയുടെ അമ്മേ. എന്താണ് ദുർഗയുടെ അമ്മയുടെ പേര്? എന്റെ പേര് ഷിജിയാണ്. ഷിജി. ഷിജി. അതെ. അമ്മ
അമ്മ എന്താ ചെയ്യണത്? മോളുടെ കൂടെയാണ് ഫുൾ ടൈം. എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. മോളുടെ അവിടെ സ്കൂളിൽ ഫുൾ ടൈം കൂടെ ഉണ്ടാവും. ഓക്കെ. മോക്ക് യൂറിൻ 2 മണിക്കൂർ കൂടുമ്പം എടുക്കേണ്ടതുണ്ട്. കിഡ്നി ഫെയിലുവറും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം വരെ മോളുടെ കൂടെ സ്കൂളിലുണ്ടാവും. അപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. അതെ അതെ. പിന്നെ ഭിന്നശേഷി ദേശീയ ഭിന്നശേഷി സംഘടനയായ സക്ഷമയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. തിരുവനന്തപുരം ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അമ്മയുടെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ദുർഗ ഇങ്ങനെ പോകുന്നല്ലേ. ഏത് വയസ്സില ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങിയേ? 5 വയസ്സില്. അപ്പൊ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നോ? ഡാൻസ് അല്ലാണ്ട് വേറെ എന്തൊക്കെയുണ്ട്? പാട്ടൊക്കെ പാടുവോ? കീബോർഡ്, വയലിൻ, ഡ്രോയിങ്, പ്രസംഗം, കവിത. മിമിക്രി ഉണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. സൂപ്പർ സൂപ്പർ. ഇത് എങ്ങനെയായിരുന്നു ജനിച്ചപ്പോഴേ മോള് ഇങ്ങനെ? ജനിച്ചപ്പോഴേ ആയിരുന്നു. മൈ ബർത്തില് അങ്ങനെയായിരുന്നു. 9 സർജറി കഴിഞ്ഞിട്ടുണ്ട്. മോക്ക് നട്ടലിൽ മേജർ സർജറി 2 കഴിഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് അരയ്ക്ക് താഴെയായിട്ട് 7 സർജറി അല്ലാണ്ടും കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ പറയല്ല, പക്ഷെ ദുർഗേനെ കണ്ടാ അങ്ങനെ തോന്നൂല്ല. ഭയങ്കര ഫൈറ്റർ ആണ്. ബിഗ് ഫൈറ്റർ ദുർഗ. ഭയങ്കര പോസിറ്റീവ്. വെരി ഗുഡ്. ഇപ്പൊ എന്നാ തോന്നുന്നു? നോക്കിക്കേ, കോമഡി മാസ്റ്റേഴ്സിന് വലിയ വേദിയിലാ വന്നിരിക്കുന്നേ. എന്നിട്ട് എന്നാ പറയാനുള്ളേ? എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ 2 സിനിമ ചെയ്തു. ഹലോ ഹലോ, ഒരു സിനിമയും കൂടി ചെയ്താൽ അമ്മയില് മെമ്പർഷിപ്പ് നമ്മൾ ചെയ്യും അല്ലേ? ചെയ്തിട്ട് അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കും. അടിപൊളി. സിനിമയിൽ ഒരു കൊറിയോഗ്രാഫർ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. ഉണ്ട്. ആണ്, കൊറിയോഗ്രാഫർ ആവണം എന്നാണ് ഇഷ്ടം. എന്നാ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നമുക്ക് ഇപ്പൊ ഇവിടെ കൊറിയോഗ്രാഫി ചെയ്യാം. കുറച്ച് സിനിമാ താരങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കൊരു കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ചെറിയ സംഭവം ചെയ്താലോ? ചെയ്യാം അല്ലേ? 3 ലേഡീസ് ഉണ്ട്. 3 ലേഡീസ് സിനിമാ താരങ്ങളുമാണ്. വായോ. അകലിലെ പൊൻവെയിലെ താളമിടാം കൂടെ, പുതുമണി കണ്ണിനയിൽ കൗതുകത്തിൻ കൂടെ, മനസ്സിൽ വന്നിരുന്നിനി പൂങ്കുയിലെ പാട്, പെണ്ണലിട്ടൊരുയരാടി വന്നു പുള്ളികൾ, കാത്തിരുന്ന കൂട്ടുമായി ചാരിയായി. കൊറിയോഗ്രാഫർ റെഡിയാണ്. ദുർഗ, മ്യൂസിക് ഇടട്ടെ? മ്യൂസിക് പ്ലീസ്. കൊച്ചിന്റെ കാല് ശ്രദ്ധിക്കണം. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടനടയ്ക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെൺമോടിയ മനസ്സും മറക്കും താളം, പെണ്ണോടിടയും മുളതപതാളം. സിനിമയിലെ കൊറിയോഗ്രാഫർ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോ നമ്മള് കാല് തൊട്ട് വന്ദിക്കും. വീട് എവിടെ? ട്രിവാൻഡ്രത്തോടെ മോളെ? പൂജപ്പുര. ഏത് സ്കൂളിലാ പഠിച്ചേ? CMGHSS പൂജപ്പുര. അവിടെ പഠിച്ചേ. ഓക്കെ. ഇനി എന്താണ് അടുത്ത ആഗ്രഹം? കേക്കട്ടെ. ദിലീപ് അങ്കിളിന്റെ അഭിനയിക്കണം. ആരുടെ? ദിലീപ് അങ്കിളിന്റെ. ഒരു മിനിറ്റ്, കേന്ദ്രത്തിലൊന്ന് പോയിട്ട് വരാം. പറയാം. നമ്മളെല്ലാരും ഒന്ന് ദിലീപേട്ടന്റെ അടുത്ത് അഭ്യർത്ഥിക്കാം. ദിലീപേട്ട, കുഞ്ഞൊരാഗ്രഹം. ദുർഗ കുട്ടീന്റെ ഒരു ആഗ്രഹമാണ്. പറയൂ. അന്ന് വന്നപ്പം ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ നോക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അല്ലേ? അല്ല, അപ്പൊ ദുർഗ കുട്ടി ദിലീപ് അങ്കിളുടെ കൂടെ അഭിനയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോണ്ടേ, യാത്ര ചെയ്യണ്ടേ? അപ്പൊ പിന്നെ
അമ്മേനെയും കൂട്ടി പോകും. അമ്മേനെയും കുട്ടിയൊക്കെ പോകും. എല്ലാപ്പോഴും അമ്മേനെയും കൂട്ടിയാണോ പോവാ? അല്ല, എല്ലാ സ്ഥലത്തും അമ്മേനെ കൂട്ടി പോകാൻ പറ്റുമോ? നമുക്ക് വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഒരു സർപ്രൈസ് കൊണ്ടെത്തട്ടെ. കണ്ണടച്ചു നിൽക്കോ? എന്താ കണ്ണടച്ച ഓക്കെ, കണ്ണടച്ചു. കണ്ണടച്ചിരിക്കണേ. തുറക്കരുത് കേട്ടോ. ഇനി കണ്ണു തുറന്നിട്ട് നോക്കി എവിടെയാ ഇരിക്കുന്നേന്ന്. എന്തിലാ ദുർഗ ഇരിക്കുന്നേ? വീൽ ചെയർ, ഇലക്ട്രിക്. ഇഷ്ടായോ? ഓ സന്തോഷായോ? ഇങ്ങനെ ഒരു വീൽ ചെയറിന് വേണ്ടി ഒത്തിരി നാളുകൊണ്ട് മോൾ ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു. കാരണം എല്ലാവരും പുറത്തുപോയി സാധനം മേടിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്കൊരു വീൽ ചെയർ, ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പുറത്തുപോയി അമ്മയ്ക്ക് സാധനം മേടിച്ച് തരുമായിരുന്നു. ആ ആഗ്രഹമാണ് അമൃത ചാനൽ ഇപ്പോൾ എനിക്ക് നിറവേറ്റി തന്നത്. അതുകൂടാതെ തന്നെ മോളുടെ സർജറി കഴിഞ്ഞതും അമൃത ഹോസ്പിറ്റലിൽ ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. സന്തോഷായില്ലേ? അമൃത ടിവിയും കോഡെക്സ് മീഡിയയും കൂടെ ചേർന്നിട്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ഓക്കെ, ഇതൊരു വലിയ വണ്ടിയായിട്ട് കൊണ്ട് നടക്കണം ഇനി സ്വന്തമായിട്ട്. ദിലീപേട്ടനെ കാണും ചെയ്യാം, ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കും ചെയ്യാം, കൊറിയോഗ്രാഫും ചെയ്യാം. എല്ലാം പ്ലാനിങ്ങും ബോസ് ലേഡി ആയിട്ട് ഇങ്ങനെ പോകും. നമ്മുടെ കൂട്ടത്തില് 3 പേരുണ്ട്. കാർത്തിക, അദീന, ആഷിം. അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ശ്വേത മമ്മ എല്ലാരും കൂടി അവർക്ക് ഹായ് കൊടുക്കണം. ഹായ് കുട്ടികളെ, അടുത്ത പ്രാവശ്യം കാണാം ട്ടോ. ഇത്രയും നമ്മൾ ആഗ്രഹം. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതൊന്ന് ഓടിച്ച് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാ നോക്കട്ടെ, അത് ഓണാക്കി ഓടിച്ചേ. ഹാപ്പി ആയോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഒരു സമ്മാനം കൂടെ ഞാൻ വേഗം തരട്ടെ. ഓക്കെ, നമ്മുടെ ദുർഗക്കുട്ടിക്കും ദുർഗക്കുട്ടിയുടെ ഫുൾ ടീമിനും ഇനി വരാനുള്ള 3 പേരെ നമുക്ക് അടുത്ത തവണ പരിചയപ്പെടാം. എല്ലാവർക്കും കൂടെ ചേർന്ന് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് ഞങ്ങൾ തരുന്നത്.